നമ്മുടെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ബ്ലൂ സ്പ്രിംഗ് കാവേൺസിലാണ്. ബ്ലൂ സ്പ്രിംഗ് കാവേൺസ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ ആദ്യം പോയി കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. അപ്പം നീ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ബെഡ്ഫോർഡിലാണ്. ബെഡ്ഫോർഡിൽ ഇന്നലെ രാത്രി എത്തിയതുകൊണ്ട് തന്നെ അധികം കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ നമുക്ക് നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ലൈം സ്റ്റോൺ അതുപോലത്തെ സ്റ്റോൺസ് ഒക്കെ കാണാമായിരുന്നു. ബെഡ്ഫോർഡ് അറിയപ്പെടുന്നത് തന്നെ ലൈം സ്റ്റോൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. കാരണം ബെഡ്ഫോർഡിലെ ലൈം സ്റ്റോൺ വളരെ ഫേമസ് ആണ്. മിക്ക ആർക്കിടെക്ട്സിനും ആ ഒരു ലൈം സ്റ്റോൺ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ലൈം സ്റ്റോൺ ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും കൂടുതലാണ്. ഈ ലൈം സ്റ്റോണ്, അതായത് ബെഡ്ഫോർഡ് ലൈം സ്റ്റോണ് പല ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ പെൻറ്റഗൺ, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, നാഷണൽ കത്തീഡ്രൽ തുടങ്ങിയ ബിൽഡിങ്സിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ബ്ലൂ സ്പ്രിംഗ് കാവേൺസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാർക്കിംഗ് ഏരിയ ഒത്തിരി വലിയ പാർക്കിംഗ് ഏരിയ ഒന്നും അല്ല, എന്നാലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ കാറ് പാർക്ക് ചെയ്തു. നമ്മളിപ്പം ബ്ലൂ സ്പ്രിംഗ് കാവേൺസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ജെം സ്റ്റോൺ മൈൻ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു നെറ്റിനകത്ത് നമ്മൾ അകത്തുനിന്ന് കുറച്ച് മണ്ണ് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ മണ്ണ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അരിച്ചരിച്ച് അതിനകത്ത് നമുക്ക് ജെം സ്റ്റോൺ കളക്ട് ചെയ്യാൻ പറ്റും. മെയിനായിട്ടും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിലേക്കാണ് കേട്ടോ കയറുന്നത്. ഇതൊരു ഷോപ്പിംഗ് ഏരിയ പോലെയൊക്കെ തന്നെയാണ്. ഇവിടുന്ന് തന്നെയാണ് നമ്മളിനി ടൂർ ചെയ്യാൻ പോകുന്നതും. അവിടെ വാളിൽ നമുക്ക് ഈ കാവേൺസിനുള്ളിലേക്ക് പോകുമ്പോൾ ഉള്ള മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളത്. ആ ഒരു വലിയ രീതിയിൽ അവർ വാളിൽ വരച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ മാപ്സും നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. റാബിറ്റിൻ്റെയാണ് ഇത്. ശരിയാ, ഇത് റാബിറ്റ് കൊള്ളാം, നൈസ്. പിന്നെ നമുക്കിതാ കുറേ ടീഷർട്ട്സ്, അതുപോലെ തന്നെ ഇതുപോലത്തെ സ്റ്റഫ്ഡ് ആനിമൽസ്, അതുപോലെ തന്നെ സ്റ്റോൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ഒക്കെ കാണാമായിരുന്നു. പിന്നെ മാഗ്നറ്റ്സ്, പിന്നെ അങ്ങനെ ഷോപ്പിങ്ങിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഷോപ്പീസായിട്ട് വെക്കാൻ പറ്റിയതും അങ്ങനത്തെ ഐറ്റംസൊക്കെ. അതിപ്പോൾ നമ്മൾ ഏതൊരു ഇങ്ങനത്തെ ടൂറിസ്റ്റ് ഏരിയയിൽ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ അവിടെ മസ്റ്റാണ്, ആളുകൾക്ക് ഷോപ്പ് ചെയ്യാനുള്ളൊരു ഏരിയ. പിന്നെ അവിടെ അടുത്ത് ഉള്ള ബാക്കി കേവ്സിൻ്റെയും കാവേൺസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസുകളൊക്കെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ബ്രോഷേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റീപ്പായിട്ടുള്ള താഴേക്കുള്ള സ്ഥലം ഇറങ്ങി വേണം നമ്മൾ പോകാനായിട്ട്. നല്ല സ്റ്റീപ്പാണ്, സൂക്ഷിച്ചു പോകണം നമ്മൾ. ബ്ലൂ സ്പ്രിംഗ് കാവേൺസിന് നമുക്ക് മുൻകൂട്ടി റിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രൂപ്പായിട്ട് ടൂർ നടത്തുന്നവർക്ക് ചിലപ്പോൾ വേണ്ടി വരും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു കാവേൺസ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ എല്ലാ 30 മിനിറ്റ് കൂടുമ്പോഴാണ് ഇവർ ഈ ഒരു ടൂറിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ആ ഒരു പച്ചപ്പും എല്ലാം കൂടെ ചേർന്നിട്ട്. That's because this used to be a cattle pond. All the way from the ridge to the parking lot where you guys parked, it was filled with water. And after 5 days of continuous rain in spring of 1940, they broke through 3 feet of limestone because it built up so much pressure. അപ്പോൾ ഗൈഡ് നമുക്ക് ഫുൾ എക്സ്പ്ലനേഷൻ തന്നു, ആ ഒരു കാവേൺസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ചരിത്രമൊക്കെ, ആരുടെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളതും അതൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ ഉള്ളിലേക്ക് പോയി. ഇതാണ് കാനയോൺ ഹാള്. ഈ കേവിൽ ക്രേഫിഷ്, ക്രിക്കറ്റ്, സ്പൈഡേഴ്സ്, ബീറ്റിൽസ് തുടങ്ങിയ സ്പീഷീസ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ വിൻ്റർ സമയത്തൊക്കെ ബാറ്റ്സും കാണുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാറ്റ്സ് ഈ കേവ് ഈ ഫ്ലഡ് ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബാറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അമേരിക്കയിൽ തന്നെ ലോങ്ങസ്റ്റ് അണ്ടർഗ്രൗണ്ട് റിവറാണ് ഇതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു കേവ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേവ്സിൽ എപ്പോഴും മോസ്റ്റ്ലി ഇയർ അറൗണ്ട് ഒരു 54 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്.
ഈ കാണുന്നത് കാൽസൈറ്റിൻ്റെ ഫോർമേഷൻസ് ആണ് കേട്ടോ. കേവ്സിൽ കൂടുതലും നമുക്ക് ഇങ്ങനത്തെ ഫോർമേഷൻസ് ഇനി കാണാം. അങ്ങനെ കാനിയോൺ ഹാളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ താഴത്തേക്ക് പോവാണ്. ഇനി നമ്മൾ ബോട്ടിൽ കയറി കേവിനുള്ളിലേക്ക് പോവാണ്. ഗ്രൂപ്പ് വരുന്നുണ്ട്. നല്ല ആഴമുണ്ട് കേട്ടോ. ഫോണ് അടിക്കാൻ കാണിക്കില്ല ഞാൻ നോക്കിയിട്ട്. നമ്മൾ അതിലെയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു കേവിനുള്ളിലേക്ക് പോവാണ്. ഫസ്റ്റ് കാണുന്ന ഫോർമേഷനാണ് മൂസ് ഹെഡ്. മൂസിൻ്റെ ഹെഡിൻ്റെ കൂട്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ മൂസ് ഹെഡ് എന്ന് പറയുന്നത്. മൂസ് ഹെഡ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം ആ ഒരു ഭാഗത്തിന് പറയുന്നത് ലോ സീലിംഗ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ആ പാറ കുറച്ച് താന്നിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ആ മുകളിലുള്ള പാറ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തിന് ലോ സീലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ട്രക്ചറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിനെ അവർ പറയുന്നത് എലിഫൻസ് ഹെഡ് എന്നാണ്. ആനയുടെ തലയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് അവിടെ ഇവിടെ എന്തൊക്കെയോ തോന്നുന്നത് പോലെ അല്ലേ? ചെറുതായിട്ട് ആനയുടെ ആ തുമ്പിക്കൈയും ചെവിയായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് റോക്ക് ഓഫ് ഏജസ് അല്ലെങ്കിൽ ഫ്ലോ സ്റ്റോൺ എന്ന് പറയുന്നത്. ഫ്ലോ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കേവിനുള്ളിലെ മിനറൽ റിച്ച് ആയിട്ടുള്ള വെള്ളം കാൽസൈറ്റിനെ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാകുന്ന ഫോർമേഷനെയാണ് ഫ്ലോ സ്റ്റോൺ എന്ന് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം നമുക്ക് മുൻപേ പോയ ആ ഗ്രൂപ്പ് തിരിച്ചു വരികയാണ്. അപ്പം അവർക്ക് പോകാനായിട്ട് സ്ഥലത്തിന് കുറച്ച് ഒതുങ്ങി നിൽക്കുകയാണ് ഞങ്ങളുടെ ബോട്ട്. ഈ ഒരു ഭാഗത്തെത്തിയപ്പം പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ആ ഭാഗത്ത് തൊട്ടോളാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും തൊട്ടു. ഈ കേവിലൊന്നും നമ്മൾ അധികം തുടരുതെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഫോർമേഷനെ അതിൻ്റെ ഗ്രോത്തിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തൊന്നും തൊടാനൊന്നും അനുവാദമില്ല. അപ്പം ഈ പറഞ്ഞ ഭാഗത്ത് മാത്രം നമ്മൾ തൊടാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്തെത്തിപ്പം പുള്ളി ഒരു ജോക്ക് അടിച്ചാണ് കേട്ടോ. ഈ ഒരു റോക്കിലാണ് പേരൻസ് വികൃതികളായിട്ടുള്ള കുട്ടികളെ തൂക്കിയിടുന്ന റോക്കാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഏരിയ പറയുന്നത് ക്വാറി റൂം എന്നാണ്. ഇവിടെ നമുക്ക് സ്റ്റോൺസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് പോലെയും അതുപോലെ തന്നെ സ്ലാബ്സ് ആയിട്ട് ഇരിക്കുന്ന പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ റോക്സ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പോലെ കാണുന്നില്ലേ, അത് കെമിക്കൽ ഇറോഷൻ മൂലമാണ് അങ്ങനെ ആകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ റോക്ക് ഓഫ് ജിബ്രാൾട്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. റോക്ക് ഓഫ് ജിബ്രാൾട്ടർ
20,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സീലിങ്ങിൽ നിന്നും താഴേക്ക് ആ റിവറിലേക്ക് പതിച്ച ഒരു റോക്കാണിത്. അതുകൊണ്ട് തന്നെ ഈ റോക്ക് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു കേവിൻ്റെ അപ്പുറത്തെ എൻഡിലേക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2002 ഇവർ വർക്കേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഈ ഒരു റോക്കിൻ്റെ ഒരു ഭാഗം ബ്ലാസ്റ്റ് ചെയ്യിച്ചിട്ട് നമ്മുടെ ബോട്ടിന് കടന്നു പോകത്തക്ക രീതിയിലൊരു പാസേജ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഡീപ്പറായിട്ട് നമുക്ക് ഈ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു. ഈ പാസേജ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിന് കഷ്ടിച്ച് പോകത്തക്ക രീതിയിലുള്ളൊരു പാസേജാണ്. നമ്മുടെ ബോട്ട് ഇങ്ങനെ പോകുമ്പം അതിൻ്റെ വോളിലൊക്കെ ഇടുക്കിയൊക്കെ ചെയ്യും. ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ പുള്ളി നമ്മുടെ അടുത്ത് നമ്മുടെ ഫോണിൻ്റെ ലൈറ്റ്സും ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബോട്ടിൻ്റെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യും. പുള്ളിയുടെ ടോർച്ചും എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് നേരം ഇരുട്ടത്തിരിക്കാനായിട്ട് പറയും. അപ്പോൾ ഇരുട്ട് പേടിയുള്ളവർക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാനൊക്കെ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അറിയാമല്ലോ, കേവിനുള്ളിൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക്. ചെറിയൊരു വെളിച്ചം പോലും അത് എവിടെ നിന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പുള്ളി ഒരു കുശിൻ വെച്ചിട്ട് നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ അടിക്കുമായിരുന്നു. എന്നിട്ട് ആ ഒരു സൗണ്ട് എത്രത്തോളം ആ കേവിൽ നിൽക്കുന്നു എന്നും കാണിച്ചു തന്നു. വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിനോടൊപ്പം വന്ന കമ്പുകളൊക്കെ ഈ പാറയുടെ ഇടയ്ക്ക് കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊരു ചെറിയ പാസേജാണ്. ഈ ഒരു വഴിയാണ് ഈ ഒരു കാവേഴ്സിൻ്റെ അങ്ങേ അറ്റത്ത് ചെല്ലാനായിട്ട് പറ്റുള്ളൂ. ഇതുവഴി പോകാനായിട്ട് കയാക്കിംഗ് വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. കയാക്കിംഗ് താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരവും ഈ ഒരു ബ്ലൂ സ്പ്രിംഗ് കാവേഴ്സിലുണ്ട്. നമ്മൾ ഈ ബോട്ട് റൈഡിൽ നമുക്ക് ഈ ഒരു ഭാഗം വരെ വരാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ വരുമ്പോൾ ഉള്ള ഒരു എൻഡെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വന്ന വഴിയെ തിരികെ ആ ഡോക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവർ ഈ ഒരു റിവറിൻ്റെ വാട്ടർ ലെവലൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട്, സേഫ്റ്റി ഇഷ്യൂസ് കാരണം എപ്പോഴാണ് വെള്ളം പൊങ്ങുക എന്നുള്ളതൊക്കെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യും. വെള്ളം പൊങ്ങുകയാണെങ്കിൽ ഈ ടൂർ ക്യാൻസലാക്കിയൊക്കെ ചെയ്യും അവർ. അങ്ങനെ ഞങ്ങൾ ഡോക്കിൽ എത്താറായപ്പോഴത്തേനെ അടുത്ത ടൂർ ഗ്രൂപ്പ് എത്തിയിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു എലിഫൻറ്റ് ഹെഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അടുത്തുള്ളൊരു വ്യൂ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കാവേഴ്സ് ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം കയറിയ ആ ഒരു ഡോക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു 30 മിനിറ്റേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ടൂറ്. അങ്ങനെ ഡോക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ നേരെ കാവേഴ്സിൻ്റെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബ്ലൂ സ്പ്രിംഗ് കാവേഴ്സ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അകത്ത് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട്, എന്ന് പറഞ്ഞാൽ വലിയ ജാക്കറ്റല്ല, ലൈറ്റ് ആയിട്ടുള്ള ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്.
കൊള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ ഇതുപോലെ ഒരെണ്ണം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മുന്നേ. പെൻസിൽവേനിയയിലും പെൻസ് കേവ് എന്ന് പറയും, അവിടെ ഇതുപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ വലിയ കേവ് ആയിട്ട് തോന്നി അല്ലേ. ഇവിടെ അത്രയും ഒരു ലെന്ത് അല്ല കേവിന്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഓപ്പൺ ആയിട്ട് നമുക്ക് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങിയൊക്കെ ചെയ്യായിരുന്നു അല്ലേ. ഇതങ്ങനെ ഒരു സൈഡിൽ ക്ലോസ്ഡ് ആണ്, പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉള്ളത് കയാക്കിംഗ് വഴി നമുക്ക് ഉള്ളിലേക്ക് പോകാനും പറ്റത്തുള്ളൂ. ഈ ബോട്ട് വഴി പോകാൻ പറ്റത്തില്ല. പക്ഷെ പെൻസ് കേവ് എന്ന് പറഞ്ഞാല് രണ്ട് എൻഡ് ഓപ്പൺ ആണ്. ഒരു ഗുഹയുടെ ഒരു വശത്തൂടെ കയറി മറ്റേ വശത്തൂടെ ഇറങ്ങാൻ പറ്റും. പുറത്തിറങ്ങാൻ. അതെ, അങ്ങനായിരുന്നു. രണ്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് അല്ലേ. കൊള്ളായിരുന്നു. പിന്നെന്താണ്, നമ്മൾ വീഡിയോ എടുത്താലൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല. അതെ, ലൈറ്റ് പിന്നെ അവര് ടോർച്ച് അടിച്ചു തരുന്ന വെട്ടത്തിലും പിന്നെ ആ ബോട്ടിന്റെ സൈഡിലൊക്കെ വെളിച്ചമുണ്ടായിരുന്നു. അതെ, നല്ല രസമുണ്ട്. പറ്റുമെങ്കിൽ ഇവിടെ ഒക്കെ ഉള്ളവര് പോയി എക്സ്പീരിയൻസ് ചെയ്യല്ലേ. കൊള്ളാം. ഇനി അടുത്ത് ഞങ്ങൾ വേറൊരു കേവിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് വാക്ക് ചെയ്തിട്ട് കാണാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടാ പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബ്ലൂ സ്പ്രിംഗ് കാവേൺസിൻ്റെ അവിടുന്ന് ഏതാണ്ട് 53 മിനിറ്റാണ് നമുക്ക് മരങ്കോ കേവിലേക്കുള്ളത്. ഇനി ഇവിടുന്ന് ഒരു 12 മൈൽസും കൂടി ഉണ്ട് കേവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ നമ്മൾ മരങ്കോ കേവ്സിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ പോയിട്ട് ഈ ഒരു റിസർവേഷൻ കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് തന്നെ. അപ്പം അത് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 2 ടൂറായിട്ടാണ്. അപ്പോൾ 2 ടൂറായിട്ടാകുമ്പം ആദ്യം നമ്മൾ ഒരു ടൂറിൽ പോകണം, പിന്നെ തിരിച്ച് വന്നിട്ട് അവരെ വീണ്ടും കണ്ടിട്ട് നമ്മൾ അടുത്ത ടൂറിന് വീണ്ടും ബുക്ക് ചെയ്യുക. അങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രോസസ്സ്. ഓരോ ടൂറും 30 മിനിറ്റ്സ് കൂടുമ്പോഴാണുള്ളത്. അപ്പം ഏത് ടൂറാണ് അപ്പോൾ അവൈലബിൾ ഉള്ളത് അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഡ്രിപ്സ്റ്റോൺ ട്രെയിൽ ടൂറാണ്. അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഗൈഡ് വന്നിട്ടുണ്ട്. ഗൈഡ് വന്ന് കുറേ എക്സ്പ്ലനേഷനൊക്കെ തന്നു. വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ അവിടെ എങ്ങും തൊടാനൊന്നും പാടില്ല. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഈ ഒരു എൻട്രൻസിൻ്റെ അവിടെയാണ് ആദ്യം എത്തുന്നത്. ഈ എൻട്രൻസ് വഴിയാണ് നമ്മൾ ഡ്രിപ്സ്റ്റോൺ ട്രെയിലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ കുറേ ഫോട്ടോസാണ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഡ്രിപ്സ്റ്റോൺ ട്രെയിലിലാണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ക്രിസ്റ്റൽ പാലസ്. അപ്പം ഈ ഒരു ട്രെയിലിൻ്റെ ടൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ട്രെയിനിൽ ടൂറിന് പോകാനായിട്ട്. ഇപ്പം ബ്ലൂ സ്പ്രിംഗ് കാവേൺസ് എന്ന് പറയുമ്പം കുറച്ച് ഇടുങ്ങിയ വെള്ളമൊക്കെ ഉള്ള ഒരു കാവേൺസ് ആയിരുന്നല്ലോ. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു കേവ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു കേവാണ്. നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കേവാണ്. മരങ്കോ കേവ് അപ്പോൾ ഒരു പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ളൊരു കേവാണ് ഇന്ത്യാനയിലെ. പിന്നെ ഈ കേവ് കണ്ടുപിടിച്ചത് 1883 2 കുട്ടികളാണ്. അവരാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു കേവ് കാണുന്നത്. അതിനുശേഷമാണ് ഈ ഒരു കേവ് അതിൻ്റെ ഓണേഴ്സ് പിന്നെ ഈ ഒരു ടൂറൊക്കെ വെച്ചിട്ട് നടത്താൻ തുടങ്ങിയത്. പിന്നെ ഈ ഒരു കേവ് എന്ന് പറയുന്നത് നാഷണൽ നാച്ചുറൽ ലാൻഡ്മാർക്കായിട്ട് 1984 പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. ബ്ലൂ സ്പ്രിംഗ് കാവേൺസിൽ നമ്മൾ കണ്ടതിലും കൂടുതലായിട്ടുള്ള ഫോർമേഷൻസ് നമുക്ക് ഈ ഒരു കേവിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കേവിൻ്റെ മുകളിലെ ചെറിയ വിടവുകളിലൂടെയൊക്കെ ഈ മിനറൽസ് അടങ്ങിയ വെള്ളം 1000-10,000 വർഷങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഡ്രിപ്പായിട്ട് വീണ് ആണ് ഈ ഒരു കോളം പോലത്തെ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കുന്നത്. അടുത്തൊരു ഫോർമേഷനാണ് ഈ ഒരു ഫോർമേഷൻ. ഇത് എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ ഈ മിനറൽസ് അടങ്ങിയ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇതിനെ അവർ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്നാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചൈന വൻമതിലിൻ്റെ ഒരു രൂപസാദൃശ്യം ഈ ഒരു വാളിനുള്ളത് കൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത്.
ഞാൻ മുൻപ് പറഞ്ഞില്ലേ 2 കുട്ടികളാണ് ഈ ഒരു കേവ് കണ്ടുപിടിച്ചെന്ന് ആദ്യം. അപ്പം കേവിനുള്ളിൽ ഇരുട്ടായതുകൊണ്ട് അവർ വരുന്നത് ഈ കേവിൽ മെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെഴുകുതിരിയാണെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ടായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ആ പാത്രങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ മരംഗോ കേവിൽ നമുക്ക് വെഡ്ഡിങ് പോലത്തെ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റും. അതിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ബ്ലൂ സ്പ്രിംഗ് കാവേൺസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ 52-54 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും ഉള്ളത്. 1920കളിൽ മരംഗോ കേവിൻ്റെ ഇതുപോലുള്ള വലിയ ഒരു ഹാൾ ഏരിയകളിൽ ചർച്ച് പ്രവർത്തിച്ചിരുന്നു. മറ്റൊരു ഫോർമേഷനാണ് കേട്ടോ ഇത്. ഈ ഫോർമേഷൻ്റെ ഈ ഒരു ഷാഡോ കാണുമ്പോൾ നിങ്ങൾക്കൊരു പെൺകുട്ടി ഊഞ്ഞാലാടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഈ കാണുന്ന ഫോർമേഷൻസിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നമുക്ക് ഈ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഡ്രിപ്പ് സ്റ്റോൺ ട്രെയിൽ നമ്മൾ കണ്ടിറങ്ങി. അത് ഏതാണ്ട് ഒരു 60 മിനിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ടൂറ്. ഇനി നമുക്ക് അടുത്തത് ക്രിസ്റ്റൽ പാലസ് ടൂറാണ്. അപ്പം അതിനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ടൂറിന് പോകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് ഉണ്ട് അടുത്ത ടൂറിന് പോകാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ക്രിസ്റ്റൽ പാലസ് ടൂറിനാണ്. അപ്പം ഈ വഴിയാണ് കേട്ടോ ഇനി ക്രിസ്റ്റൽ പാലസ് ടൂറിന് പോകുന്നത്. ഡ്രിപ്പ് സ്റ്റോൺ ട്രെയിലിൽ പോയതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നമുക്ക് ഡ്രിപ്പ് സ്റ്റോണിൽ കണ്ടതുപോലെ തന്നെയുള്ള ഫോർമേഷൻസ് ആയിരുന്നു കാണാൻ പറ്റിയത്. പക്ഷേ അവിടെ ഉള്ളതിലും കൂടുതൽ ഫോർമേഷൻസ് നമുക്ക് ഇവിടെ കാണാമായിരുന്നു. അതുകൊണ്ടാണ് അവരിതിനെ ക്രിസ്റ്റൽ പാലസ് എന്ന് വിളിക്കുന്നത്. പണ്ട് വെള്ളം നിറഞ്ഞിരുന്ന ഒരു ഭാഗമായിരുന്നു കേട്ടോ നമ്മൾ ഈ കാണുന്ന ഈ ഫോർമേഷൻസ് ഉള്ള ഈ ഒരു ഭാഗം. ഈ ഒരു ലെവലിന് താഴെയായിട്ട് വേറൊരു ലെവൽ കൂടിയുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോഴും വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോകാനും നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം. അതിനായിട്ട് ഇവരൊരു അഡ്വഞ്ചർ ടൂർ തന്നെ നടത്തുന്നുണ്ട്. അതിനിടയിൽ ഏകദേശം ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വലിപ്പമുള്ള സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാണ്ട് ഒരു വാട്ടർഫോളും ഉണ്ട് അവിടെ. ഈ ഒരു അഡ്വഞ്ചറസ് ടൂർ 3 മണിക്കൂറാണുള്ളത്. ഇടുങ്ങിയ വഴികളിലൂടെ നമ്മൾ ഇഴഞ്ഞു വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ടൂറിൻ്റെ ഒരു അവസാന പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവർ കുറച്ച് അവസരം തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത് വന്ന വഴിയെ തന്നെ. ഈ ഒരു ടൂർ ഏതാണ്ട് ഒരു 40 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ കാണുന്നത് ജിയോഡ് സ്റ്റോൺ ആണ്. നമുക്ക് ഈ ഒരു സ്റ്റോണ് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഇവർ തന്നെ നമുക്ക് അത് ബ്രേക്ക് ചെയ്ത് തരും. അപ്പം അതിനുള്ളിൽ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ലൈനുള്ള ക്യാവിറ്റീസ് ആണ്. അത് പല കളറുണ്ട് കേട്ടോ. വൈറ്റും അതുപോലെ തന്നെ പർപ്പിൾ, അങ്ങനത്തെ പല കളറുണ്ട്. അങ്ങനെ മരംഗോ കേവിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കാറ്ററാക്ട് വാട്ടർഫോൾസിലേക്കാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ കാറ്ററാക്ട് വാട്ടർഫോൾസിൻ്റെയും ഒക്കെ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.